Good afternoon. Good afternoon. Good afternoon, ma'am. ക്ലിയറായിട്ട് എന്താ ഉഷാറില്ല ആർക്കും? ഗുഡ് ആഫ്റ്റർനൂൺ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്ത് പറ്റി? Happy New Year, Miss. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, ma'am. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ തുടങ്ങിക്കോളൂ. ആരാ പ്രയർ? ഞാൻ പാടാം. ഓക്കെ. കരുണാമുരളീധര മനസ്സിൽ നിറയ്ക്കുക കണ്ണ കരുണാമുരളീധര. താങ്ക് യു. നെക്സ്റ്റ് സൈനിങ്. A very warm good afternoon to all, your respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Mildred ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am, and once again, a very warm welcome to you. Good times come to those who work even in bad times. I repeat my thought. Good times come to those who work even in bad times. Thank you. ഇപ്പോൾ നമ്മൾ എടുത്ത് നിർത്തിയത് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത് അല്ലെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ഫോം. കുട്ടികളെ അവരുടെ നല്ല രീതിയിൽ എന്താ നമ്മള് എന്തിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റ്, അതിനെ കുറിച്ചൊക്കെയാണ് അവിടെ പഠിച്ചത്. അതിന്റെ എന്താണ് വീട്ടില് അവരെ പരിപോഷിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അവരെ എങ്ങനെയെല്ലാം അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലാണ് ആ പോയിന്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. 4 രീതിയിലുള്ള പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 4 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
കയറിയവര് വായിച്ചു നോക്കാം. പ്രൊവൈഡിങ് നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. 4 പോയിന്റ് ആണ് വായിച്ചു നോക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബൈ ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിമെന്റ്. എന്താണ്? അവർക്ക് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ കൊടുക്കുക അല്ലെ. എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിമെന്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്താ മണ്ണപ്പം ചുട്ടും അതുപോലെ തന്നെ മഴയത്തൊക്കെ നമ്മൾ കളിക്കാറുണ്ട് ഇല്ലേ? കളിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്റെയൊക്കെ പ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കേഷൻ ഒക്കെ പോകുമ്പോ ആ സമയത്തൊക്കെ അവിടെ എല്ലാവരും ഉണ്ടാവില്ലേ, അമ്മ വീട്ടിലൊക്കെ നമ്മൾ പോവാറുണ്ട്. അപ്പൊ എന്താ, അവിടെയുള്ള എല്ലാ കുട്ടികളും കൂടി ചേർന്നിട്ട് മണ്ണപ്പം, ഈ ചിരട്ടയിലൊക്കെ മണ്ണുണ്ടാക്കിയിട്ട് ഇങ്ങനെ ചുട്ടിട്ട് അപ്പം, അതുപോലെ തന്നെ കഞ്ഞി കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ മണ്ണെടുത്ത് കളിക്കാനായിട്ടും അതുപോലെ തന്നെ മഴയത്ത് കളിക്കാനൊക്കെ വിടാറുണ്ടോ കുട്ടികളെ? നിങ്ങൾ വിടാറുണ്ടോ? മണ്ണിൽ കയറുമ്പോ തന്നെ പറയും ഇല്ല കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് അതില് എന്താണ് ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ചൊറിച്ചിൽ വരും, ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും അല്ലെ? നമ്മളുടെ കാലത്തൊക്കെ നമ്മൾ കളിക്കാറില്ല, പക്ഷെ ഇപ്പോഴുള്ള അമ്മമാരൊന്നും വിടാറില്ല. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ അതിനും നിർബന്ധിച്ച് അങ്ങനെ കളിക്കാൻ പോവാറില്ല അല്ലെ? എല്ലാവരും എന്താ ചെയ്യാറ്? ഫോണിലാണ് ഇങ്ങനെ കളിക്കുന്നത്, ഗെയിം, അതുപോലെ തന്നെ റീൽസ് കാര്യങ്ങളൊക്കെ. അതെ, യൂട്യൂബ്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പൊ മണ്ണെടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെടുത്ത് കുറച്ചു നേരം കളിക്കട്ടെ. അപ്പൊ അവർക്ക് എന്താണ്, എങ്ങനെയാണ് മണ്ണിന്റെ മണം, അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടും. അവരുടെ അനുഭവങ്ങളാണ്. അതുപോലെ ഓക്കെ. അതുപോലെ തന്നെ എന്താ, മഴയത്ത് കളിക്കുമ്പോ അല്ലെ, പനി വരും, വേഗം കയറും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് പേടിയാണ്. ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴയത്ത് കളിക്കാനായിട്ടോ മണ്ണിൽ കളിക്കാനായിട്ടോ കുട്ടികളെ നമ്മൾ വിടാറില്ല. അപ്പോ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മണ്ണപ്പം ചുട്ട് കളിക്കുക, അതുപോലെ തന്നെ ഇപ്പൊ തീപ്പെട്ടി എടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് കൈ പൊള്ളും, അല്ലെങ്കിൽ എന്താണ് തീ ബുദ്ധിമുട്ടാണ്, ചിലപ്പോ കണ്ണിൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവര് അതെടുത്ത് കളിച്ച് എക്സ്പീരിയൻസ് ആവണം. എങ്ങനെയാണ് തീ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമ്മൾ തീപ്പെട്ടി ഇങ്ങനെ ഉരച്ചിട്ട് എങ്ങനെയാണ് തീ ഉണ്ടാവുന്നത്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, അനുഭവങ്ങളാണ്. അപ്പൊ അവരുടെ പേടി മാറും. ഒന്ന് ഉരച്ച് നോക്കുമ്പോ അവർ ചിലപ്പോ പെട്ടെന്ന് വലിച്ചെറിയും. ഇന്നലെ എന്റെ മോളും ഞാൻ എന്താ വീട്ടില് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ. അപ്പൊ ഇയാൾക്ക് തീപ്പെട്ടി എടുത്തിട്ട് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മമ്മി ഇതൊന്ന് കത്തിച്ചു തരുമോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ടൈമില്ല, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ചീത്തയാണ്, മണം ഉണ്ടാവും, അതുകൊണ്ട് നീ ചെയ്തു നോക്കാൻ പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങനെ മോൺസോറി പഠിക്കുന്ന കുട്ടികളും ടീച്ചേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെ അവർ പഠിക്കണം അല്ലെ. അപ്പൊ ആളാദ്യം കത്തിച്ച് നീ ഇങ്ങനെ ഉടച്ചു നോക്കി മറ്റുള്ള ആൾക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ ആളിങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേനും പെട്ടെന്ന് തീപ്പെട്ടി ഇതായി കത്തിയപ്പോ പെട്ടെന്ന് ആള് തെറിപ്പിച്ച് കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയായി മമ്മി എന്ന് പറഞ്ഞു. പിന്നീട് ആളിങ്ങനെ ചെയ്ത് അത് പേടിക്കാതെ അത് തീ വരാനായിട്ട് ഇങ്ങനെ ഉറച്ച് തീ വരാനായിട്ട് തുടങ്ങി. അപ്പൊ എന്താ, ആൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണത് അല്ലെ. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളെ ചെയ്ത് പഠിപ്പിച്ച് ഓരോ എക്സ്പീരിയൻസ്, അവർക്ക് അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എന്താണ്, ബൈ talking to them and boost them to talk എന്നാ പറയുന്നത്. അവരോട് സംസാരിക്കുക നമ്മൾ അല്ലെ. സംസാരിച്ചുകൊണ്ട് അവരെ സംസാരിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കാം. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഉണ്ട് 1 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ സംസാരിക്കാത്ത കുട്ടികള്. കാരണം എന്താ,
എന്തായിരിക്കാം? ചിലപ്പോ അവരുടെ വീട്ടില് അച്ഛനമ്മമാര് ജോലിക്ക് പോകും. പറഞ്ഞോളൂ. അവരോട് സംസാരിക്കാൻ ആള് കാണുകയില്ല. അച്ഛനും അമ്മയും മാത്രമായിരിക്കും ഉള്ളത്. അച്ഛൻ ജോലിയിലായിരിക്കും. പിന്നെ അമ്മ കുക്കിങ്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരോട് സംസാരിക്കാൻ കാണില്ല. എന്റെ നാത്തൂന്റെ കുഞ്ഞ് 4 വയസ്സുണ്ട്. ഇപ്പോഴാ സംസാരിച്ചു തുടങ്ങിയത്. എത്ര വയസ്സായി? ഉറപ്പായിട്ടല്ല, 4 വയസ്സായി. 4 വയസ്സായല്ലേ? 2 വയസ്സായി എന്റെ കുഞ്ഞ് സംസാരിക്കുന്ന പോലെ അവൻ സംസാരിക്കില്ല. വ്യക്തമാകത്തില്ല നമുക്ക്. ശരിയാവും. അപ്പൊ അതാണ് പറയുന്നത്, ചിലപ്പോ അവരുടെ വീട്ടില് അച്ഛനമ്മയൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും, കുഞ്ഞിനെ നോക്കാനായിട്ട് ടൈം ഉണ്ടാവില്ല, കുഞ്ഞിനോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടില്ല. വീട്ടില് പണ്ടൊക്കെ അപ്പാപ്പനമ്മമാരൊക്കെ ഉണ്ടെങ്കിലും അവരിങ്ങനെ ചോദിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ ഓരോ കാര്യങ്ങള്. അപ്പൊ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സംസാരിക്കാൻ അല്ലെങ്കിൽ ആ സംസാരം ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക നമ്മള്. നമ്മളായാലും എന്ത് ചെയ്യാം? കുട്ടികളുടെ ആ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർ തിരിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് ലാംഗ്വേജ് ഡെവലപ്പ് ആകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ബൈ allowing them to ask the questions and arousing their curiosity. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജിജ്ഞാസ അല്ലെ? അവർ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇല്ലേ? ഇടയ്ക്ക് നമ്മൾ തപ്പിപ്പഴയാറുണ്ട് അല്ലെ? ആൻസർ എന്താ പറയാ, അല്ലെങ്കിൽ ആൻസർ കിട്ടാതെ നമ്മള് അല്ലെ ബുദ്ധിമുട്ടാറുണ്ട്. എന്താണ് മഴ ഇപ്പൊ പെയ്യുന്നത്, അല്ലെങ്കിൽ ഇടിവെട്ടുണ്ടാകുന്നത് എങ്ങനെ അല്ലെ? നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മള് നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അല്ലെ തട്ടിതപ്പാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ കുട്ടികളില് ജിജ്ഞാസ വളർത്തുന്നത് എന്തിനാണ്? ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി അല്ലെ? ജിജ്ഞാസ ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് വിട്ടാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുക, അറിയാമെങ്കിൽ. ഓക്കെ, ഇനി എന്താ? ബൈ ഇൻറ്റൻസിങ് ദ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത്. അതുപോലെ തന്നെ എന്താ? സംഭാഷണങ്ങളിൽ മുഴുകി അവരുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. എന്താണ് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, അമ്മാമ്മമാരും അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് എന്താണ് നല്ല രീതിയിൽ അവരൊക്കെ ഇങ്ങനെ ചിലപ്പോ അവര് ചോദിക്കുന്നത് കണ്ട് ഇങ്ങനെ ചിലവര് പറയാറുണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ? അവരിങ്ങനെ സംസാരിച്ച് ചിലപ്പോ നമുക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരാം ഇല്ലേ? പക്ഷെ എന്താണ്? അവര് സംസാരിക്കുന്നതിലൂടെ നമുക്ക് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട് ഇല്ലേ? അവരിങ്ങനെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും അല്ലെ കുട്ടികളില് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ആവും. ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് ചീത്ത കിട്ടാറുണ്ട് ഇല്ലേ? അപ്പാപ്പനൊന്ന് പോയി, അമ്മാമ്മ ഒന്ന് പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ചിലപ്പോ അവർക്ക് ദേഷ്യം വരാറുണ്ട്. ചിലപ്പോ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ കളിക്കുന്നതിന്റെ ഇടയിലായിരിക്കാം ഇവര് വന്ന് തോണ്ടുന്നത് അല്ലെ? അല്ലെങ്കിൽ ഇവര് വന്ന് എന്തെങ്കിലും ചോദിക്കുന്നത്. അപ്പൊ ചിലപ്പോ ദേഷ്യം വരാറുണ്ട്. അപ്പൊ അവരുമായിട്ട് ഇടയിൽ ചേർന്ന് അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിലൂടെ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കുട്ടികളില് ഡെവലപ്പ് ആകുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഓരോരുത്തര് സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ, എനിക്കോളൂ. ആരാ പറയാ ആദ്യം? മഞ്ജു രാകേഷ് പറഞ്ഞോളൂ. മാം, മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യരുത്. പിന്നെ ഫേവറേറ്റ് അങ്ങനെ, അതായത് എല്ലാ പിള്ളേരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ.
അപ്പം ചിലർക്ക് കൂടുതൽ കെയറിങ് വേണം ആവശ്യമായിരിക്കും. അപ്പൊ എല്ലാവരും ഒരുപോലെ സമഭാവനയോട് കാണുക. ബാക്കി പോയിന്റ്സോ പറഞ്ഞു കഴിഞ്ഞോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഓർഡറിൽ പറഞ്ഞേ ആരെങ്കിലും ഒരാളും. കുട്ടികൾക്ക് നമ്മൾ നല്ല വാം ആൻഡ് നർച്ചറിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് പറയാനുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് കേൾക്കുക. നമ്മൾ അതിന്റെ മുന്നേ അവരോട് ഡസ് അത് ചെയ്യില്ലെങ്കിൽ അത് ചെയ്യല്ലേ എന്ന് പറയുന്നതിന്റെ മുന്നേ നമ്മൾ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് ലിസൺ ചെയ്യണം. പിന്നെ അവരുടെ ചെറിയ കുട്ടികളാണ്, അവരുടെ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മളുടെ ഫീലിങ്സുമായിട്ട് കമ്പയർ ചെയ്യാണ്ട് ഇപ്പൊ ചെറിയ ഏജ് അല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ അവരുടെ ആ ഒരു ഏജിന്റെ ഇതിൽ അനുസരിച്ച് തിങ്ക് ചെയ്തിട്ട് അവരോട് ബിഹേവ് ചെയ്യണം. പിന്നെ ടു സെറ്റ് എക്സ്പെക്ടേഷൻ അക്കൗണ്ട് ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. ഓരോരുത്തരുടെ എബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും, ഓരോ ഏജിലും അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെക്ടേഷൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കരുത്. അത് വെക്കുകയാണെങ്കിലും മീൻസ് ആ ഓരോരോ ഏജ് കൺസിഡർ ചെയ്തിട്ടും അവരുടെ ഒരു എബിലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും വേണം അവർ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വലിയ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ട് അവരെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ആയി തീരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ടു അവോയ്ഡ് ഷോയിങ് ഫേവറിറ്റിസം. അതായത് ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികളെ ഒരുപോലെ കൺസിഡർ ചെയ്യണം. നമ്മൾ ഒരാളെ ഫേവറായിട്ട് കാണുന്നുണ്ട് എന്ന് അതിനെ ഫേവറിസം നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പൊ അത് അവർക്കും എന്താണ് ഒരുപാട് വിഷമം വരുത്തും. ചെറിയ കുട്ടികളെ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ശിക്ഷയും കൊടുത്തില്ല മറ്റൊരാൾക്ക് ശിക്ഷ കൊടുത്തു, അപ്പൊ അതൊക്കെ അവരെ എഫക്ട് ചെയ്യും. പിന്നെ ടു അവോയ്ഡ് കമ്പാരിസൺ. ഒരിക്കലും നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവരുടെ ബിഹേവിയർ ആണെങ്കിലും ഇപ്പൊ എക്സാമില് മാർക്ക് കിട്ടിയാലൊക്കെ നമ്മൾ അടുത്ത് തന്നെ ചോദിക്കുക ആ കുട്ടിക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് നമ്മൾ ചോദിക്കൂലേ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിക്ക് എത്രയെന്ന് ചോദിക്കും. പക്ഷെ നമ്മുടെ കുട്ടി വളരണ എൻവയോൺമെന്റ് ആവില്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടി, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ എൻവയോൺമെന്റ് അതായിരിക്കില്ല. അപ്പൊ ഓരോരുത്തരുടെ എബിലിറ്റി അതായിരിക്കില്ല, ഓരോരുത്തരും പഠിക്കാനുള്ള കഴിവ് അതായിരിക്കില്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അവരെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അവരെ സോഷ്യലി ആൻഡ് ഇമോഷണലി നല്ല മെച്യൂർഡ് ആവാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. അതൊക്കെ കുട്ടികൾ എപ്പോഴും മുതിർന്നവരെ നോക്കിയിട്ടാണ് പഠിക്കുക. അപ്പൊ നമ്മളുടെ ആ ബിഹേവിയറിലൂടെ നമ്മൾ സൊസൈറ്റീനെ എങ്ങനെ കാണുന്നു, ഇമോഷണലി നമ്മുടെ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ടാണ് അവർ പഠിക്കുക. അപ്പൊ അതിന് നല്ലൊരു എൻവയോൺമെന്റ് നമ്മൾ ഒരുക്കി കൊടുക്കണം. ദെൻ ലാസ്റ്റ് ടു ബി ഡെലിഗേറ്റ് ഇൻ ബിഹേവിയർ ടുവേഴ്സ് ദം. എപ്പോഴും അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്താലാണ് അവർ തിരിച്ചു നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ, മറ്റുള്ളവരോടും ഒക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ. താങ്ക് യു മാം. വേറെ ആരാ? എല്ലാരും പറയും. പാർവതി. നമുക്ക് അവരോടുള്ള ഒരു എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒന്നും കൂടി ഉറക്കി പറയൂ, കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആണ്. നമുക്ക് കുട്ടികളോടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അവർക്ക് പറയാനായിട്ട് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളിപ്പോൾ അവരെന്ത് പറഞ്ഞാലും നോ എന്ന് പറയരുത്. അവരെന്ത് പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കി കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യണം. പിന്നെ മൂന്നാമത്തെ പോയിന്റിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം അവരുടെ ഏതൊരു ഫീലിങ്സ് ആണെങ്കിലും ഇപ്പം എന്താ പറയാ, ഇപ്പൊ അവർക്ക് ഇപ്പൊ സ്കൂളിൽ നിന്നാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് വന്ന് പറയാൻ നമ്മൾ ആ ഫീലിങ്സ് മനസ്സിലാക്കാനും ശ്രമിക്കണം. പിന്നെ ഓരോ കുട്ടികളുടെ ഏജിലും ഓരോരോ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഏജ് ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ മറ്റു കുട്ടികളുടെ ആ ഒരു കഴിവും നമ്മുടെ കുട്ടികളുടെ കഴിവൊക്കെ നമ്മൾ വേർതിരിച്ച് കാണാതെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം.
പിന്നെ പിന്നെ ഓരോ കുട്ടികളുടെയും ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടികളെയും നമ്മളിപ്പോൾ ഒരാളുടെ ഇപ്പം ഫേവറേറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ ക്ലാസ്സിലിപ്പം എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളെയും നമ്മൾ ഒരുപോലെ കാണണം. ആരെയും നമ്മൾ വേർതിരിച്ച് കാണാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ കമ്പാരിസൺ നടത്താനായിട്ട് പാടില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ അവരെ കാണാനായിട്ട് ശ്രമിക്കും. കമ്പാരിസണായിട്ട് നോക്കി കാണാതെ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി, അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി അവർക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അത് കണക്കിന് പെരുമാറുന്നത്, നമ്മുടെ പെരുമാറ്റം എപ്പോഴും കുട്ടികളിൽ നമ്മുടെ പെരുമാറ്റം നല്ലതായിരിക്കണം. അവരോട് നമ്മൾ ബാഡായിട്ട് സംസാരിക്കാനോ, അതായത് അവർക്കൊരു ബാഡ് ഫീലിംഗ് തോന്നാനോ ബാഡായിട്ട് സംസാരിക്കാനൊന്നും ശ്രമിക്കാതെ അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ദീപ സുരേഷ്. അനുപ്രിയ. Yes, ma'am. To provide a warm and nurturing environment. അവർക്ക് നല്ല വാം ആയിട്ടുള്ളതും നല്ലൊരു എൻവിയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. To listen to them and have dialogue instead of instructing do's and don'ts. അവർ പറയുന്നത് നമ്മ കേട്ടിട്ട് അവരുടെ വാക്കും കൂടി നമുക്ക് നമ്മൾ ലിസൺ ചെയ്യണം. എന്നിട്ട് അവർക്ക് ഇൻസ്ട്രക്ട് അവർക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിങ്സ്. അതേമാതിരി അവരുടെ ഫീലിങ്സും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യരുത്. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറണമെങ്കിൽ. ടു സെറ്റ് എക്സ്പെക്ടേഷൻസ് അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. അതേമാതിരി അവരുടെ ഏജ് കണക്കിലെടുത്തിട്ടായിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഉള്ള കഴിവായിരിക്കണം എന്നില്ല, ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. അത് വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ. ഓവറായിട്ട് നമ്മൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ടു അവോയ്ഡ് ഷോവിങ് ഫേവറേറ്റിസം എമംഗ് ദം. പിന്നെ അതേമാതിരി ഒരാളെ മാത്രം ഫേവറായിട്ട് കാണാം, അങ്ങനെ ഒരു പാർഷ്വാലിറ്റി പാടില്ല. അതവരിൽ ഒരു വിഷമം ഉണ്ടാക്കും. ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. അതേമാതിരി മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവർക്ക് അത്രയുണ്ട് മാർക്കിനായാലും എന്തിനായാലും കമ്പയർ ചെയ്യാൻ പാടില്ല. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അത് വെച്ചിട്ട് നിങ്ങളും ചെയ്യണമെന്നുള്ള ഒരു കമ്പാരിസൺ ഒന്നും അവിടെ നടത്താൻ പാടില്ല. ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അവർക്ക് നല്ല സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും മെച്യൂരിറ്റി വരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ടു ബി ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേർഡ്സ് ദം. അവരോട് നമ്മ പെരുമാറുന്നതും നല്ല രീതിക്കായിരിക്കണം. അവരോട് പെരുമാറുന്നതും നല്ല രീതിക്കായിരിക്കണം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റുഡന്റ് ചൈൽഡ്. All children follow same series and patterns, but brain development may be different. This successive pattern in different aspects of development constitutes the milestones of development. എന്താ പറയുന്നത്? ഒരു കുട്ടി വളരുന്നത് സെയിം സീരീസിലാണ് ഓരോ കുട്ടികളും വളരുന്നത്. പക്ഷെ അതിന്റെ ഡെവലപ്മെന്റ് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. കുറച്ച് നമുക്കറിയാം, നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കുട്ടി ഇപ്പോ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഓരോ ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികളായാലും അവരുടെ ഡെവലപ്മെന്റ് റേറ്റിൽ വ്യത്യാസം വരും. ചിലപ്പോൾ എലി കുടിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ, ചിലപ്പോൾ ഇത്തിരി തടിയുള്ള കുട്ടികൾ അല്ലെ. അപ്പൊ അവരുടെ ഡെവലപ്മെന്റിൽ ഫിസിക്കലായിട്ടുണ്ടെങ്കിലും മെന്റൽ ഡെവലപ്മെന്റിലായാലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിനാൽ കുട്ടികളുടെ ഓൾ ആസ്പെക്റ്റില് എല്ലാ ആസ്പെക്റ്റിലും ഡെവലപ്മെന്റുകളുണ്ട്. പക്ഷെ നമ്മള് ഫിസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഏറ്റക്കുറിച്ചിലുകൾ നമുക്ക് കാണാൻ പറ്റും.
അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റിലും ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഏജ് വൈസ് നമ്മൾ അല്ലെ, ഓരോ മന്തിലും അതുപോലെ തന്നെ 1, 3, 4 അങ്ങനെയുള്ള ഏജില് നമ്മള് കുട്ടികളുടെ പോലെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയായിരുന്നു? അതാണ് ലാസ്റ്റ് പോർഷൻ ആണ്. ഒരെണ്ണം ബിൻസി ആയിരുന്നു, പിന്നെ വേറെ ഒരു കുട്ടി ആരായിരുന്നു? മൈൽസ്റ്റോൺ അനുപ്രിയ. ഉണ്ട്, പിന്നെ ഞാൻ പ്രസീത മാം, 6 months. സീത, പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ലുബ്ന തോന്നുന്നുണ്ട്, തോന്നണം, എനിക്ക് ഉറപ്പില്ല കേട്ടാ. ലുബ്നയാണെന്ന് തോന്നുന്നു. ഓക്കെ, ലുബ്ന കേറിയിട്ടുണ്ടോ? ജോയിൻ ആയിട്ടുണ്ടോ? ഇല്ല. ലുബ്നക്ക് പകരം ആര് ചെയ്യും? പ്രസീത 6 month ആയിരുന്നു അല്ലെ. Yes ma'am. പിന്നെ അനുപ്രിയ ഏതായിരുന്നു? 1 year ആയിരുന്നു. 1 year. അതുപോലെ ബിൻസി 4 year. 4. അപ്പൊ തേർഡ് ആരാകും? ജസ്റ്റ് ഒരു പോയിന്റ് ഉള്ളൂ. ആര് പറയും? നസ്രിയ പറയോ? തേർഡ് ജസ്റ്റ് ഒരു പോയിന്റേ ഉള്ളൂ, ഒരു 1 point. ആർക്ക് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ് കേട്ടോ. അനയ വർഗീസ്, സോറി അയന. ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Milestones attributing different stages of development. ഓക്കെ, 6 month ഉള്ള കുട്ടി എന്താണ് സംസാരിക്കോ? ഇല്ലല്ലേ, ബുദ്ധിമുട്ടാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രസീത അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. I am 6 months old. I can sit. I love to look at interesting mobile phone on cradle. I try to grasp things in my hands. I love to hold and shake a rattle. I express myself. I love to imitate repetitive sounds like baba, bye bye, and crying papa, dada, and cooing. I smile seeing my mother. I love to play peek-a-boo and hide and seek. I begin to search for the objects as they move out of sight. I love to play the game hide and seek. ഓക്കെ, നന്നായിരുന്നല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഇനി നെക്സ്റ്റ് ആരാ? 1 year അനുപ്രിയ അല്ലെ. യെസ് മാം. മാം, ഞാൻ പ്രസന്റ് ചെയ്യാനൊരു ബുക്കിൽ ഇതൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോ കാണില്ല, ഞാൻ അത് സെർച്ച് ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു. അത് കാണില്ല, എവിടെ വെച്ചെന്നും കൂടെ വെച്ചോടത്തില്ല. എന്നാലും ഞാൻ പ്രസന്റ് ചെയ്യണ്ടേട്ടോ. എന്റെ ടെക്സ്റ്റും അതിന്റെ കൂടെയാണ് വെച്ചിരുന്നത്. ടെക്സ്റ്റും കാണില്ല. Today I present the development stage of 1-year-old baby. I try my best, but it is not exact because we cannot understand their language. Okay. I am 1 year old now. I can run. I love to jump, hop, and run in an ample space. I can climb stairs with support. I love to play ball games. I can to talk Memagon. I love to play with toys which I can manipulate. I can drink milk, ask for food. I love to help my mother in daily chores. Miss Scroll. I can follow simple instructions of my age. I love to be with other children. I can express my toilet needs. Okay, miss. എല്ലാം പോയി അത് കാണാണ്ട ഇപ്പൊ തന്നെ. നന്നായിരുന്നു. ഇനി നമുക്ക് അവസരങ്ങൾ കിട്ടുമല്ലോ, അപ്പൊ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബിൻസി. ബിൻസി അല്ലല്ലേ?
Okay. അയന കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം? ആ കേക്കാം. ഞാനിപ്പോ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ കേട്ടോ, എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. സാരി, കുഴപ്പമില്ല, എനിക്കറിയാം. I am 3 years old. I can jump, hop and run. I love to dance at the beat of music. Okay. നന്നായിരുന്നു. നെക്സ്റ്റ് 4 years old. വിൻസി. മിസ് എനിക്ക് ക്യാമറ ഓണാക്കാൻ പറ്റില്ല, കുട്ടികളൊക്കെ ഇതിക്കടെ ഓടി നടക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. I am 4 years old. I can ride a bicycle. I love to ride a tricycle. I can dress and undress. And I love to dress and undress myself. I can identify objects. I love to play with different materials like animals, fruits, vegetables, and explore the texture, size, and shapes. I can speak in sentences and express my feelings and needs. I love to scribe and color using crayons. I can take care of my toilets. I love to play with the children of my age. I love to listen to stories of animals. I love to recite rhymes. Thank you. നന്നായിരുന്നു അല്ലെ 4 പേര് ചെയ്തത്? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലുള്ള പെർഫോമൻസ് ഇനിയും ചെയ്യാട്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ്, ഒന്നും പാഴാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റേഴ്സ് എടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരെണ്ണം മാത്രമായിരുന്നു വിട്ടുപോയിരുന്നത്. ഇനി നമ്മള് 4th മൊഡ്യൂളിലേക്ക് കടക്കാട്ടോ. 4th മൊഡ്യൂള് കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. എടുക്കട്ടെ, PDF ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, 6th ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ല. 7th ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയില്ലേ നമ്മള്? 7th യൂണിറ്റ് കംപ്ലീറ്റഡ് അല്ലേ? അതുപോലെ ഗുഡ് മാനേഴ്സ് എടുത്തതാണ്. 9th യൂണിറ്റ് എടുക്കാനായിട്ട് മാൻ ആൻഡ് എൻവയോൺമെന്റ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങള് ഈ 3 ചാപ്റ്റേഴ്സും നിങ്ങള് സെമിനാർ എടുക്കണം. ഓക്കെ, ഇപ്പോ 30 കുട്ടികളുണ്ടല്ലേ നമുക്കിപ്പോ? 8 കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാനൊന്ന് പേര് എഴുതിയെടുക്കട്ടെ കേട്ടോ. നമുക്ക് സെമിനാർ നിർബന്ധമായിട്ട് പ്രസന്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് വൈകിട്ട് ചോദിക്കും. അതുപോലെ തന്നെ വൈകിട്ട് വരുമ്പോ സെമിനാർ റിപ്പോർട്ട് രീതിയിലും കാണിച്ചു തരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രത്യേക മാർക്കുകൾ ഉണ്ട്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ മിസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മിസ്? പേര് പറയാവോ? ഞാൻ ഓരോരുത്തർക്ക് തരാം. ഓക്കെ, യൂണിറ്റ് 6 കേട്ടോ.
ഞാനൊന്ന് എഴുതി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് ആരൊക്കെ എടുത്തു എന്നുള്ളത് അതുകൊണ്ടാണ്. ആബ്സെന്റ് ഉള്ളവര് ഓൺലൈൻ ക്ലാസ്സിൽ കയറാറുള്ളവർ ഇത്രയും പേരാണോ നമ്മുടെ 30 പേരൊക്കെ ഉണ്ടാവോ? 34 ഒക്കെ ഉണ്ടാവാറുണ്ട്, 36. അതെ അതെ 36. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ആക്കാം നിങ്ങളെ. എത്ര പേര് വെച്ച് ഗ്രൂപ്പ് ആവണം? 34 ആണോ 36 പേരൊക്കെ ഉണ്ടാവാറുണ്ടോ? 33, 35 അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് മാം. 30 above ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഗ്രൂപ്പില് ഒരു 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് ചെയ്താലോ? 4 പേര് ഉണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും? 30 നമുക്ക് എടുക്കാം. 7 പേരല്ലേ? വൺ മിനിറ്റ് കേട്ടോ. ഓക്കെ, 30 പേര് വെച്ച് നമുക്ക് എടുക്കാം. അതിനകത്ത് ഒരു ഗ്രൂപ്പില് 3 പേരുടെ 10 ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഓരോ ഗ്രൂപ്പിലുമുള്ള ആളുകളെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓരോ ഗ്രൂപ്പ് 10 പേര്. ആരൊക്കെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ്? പ്രസീത, സീത, പിന്നെ ആരാ? Missy. പിന്നെ ഒരാൾ Vidya. വിഷ്ണുപ്രിയ. ഓക്കെ, വിഷ്ണുപ്രിയ അല്ല, അനുപ്രിയ. സോറി അനുപ്രിയ. ഓക്കെ, Vidya. സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യ. Missy. മായ. പിന്നെ ആരാ? മായ. മായ. Missy. ഓക്കെ, പിന്നെ നിസി. ദിവ്യ. തേർഡ് ഗ്രൂപ്പ് കേട്ടോ. ദിവ്യ. മഞ്ജു. മഞ്ജുരാജ്. പാർവതി. 1 മിനിറ്റ്, ഒരാൾ വെച്ച് പറയൂ. മഞ്ജു രാജാണോ? രാജ്. മഞ്ജു രാജ്. മഞ്ജു. പാർവതി. ഇനി ഫോർത്ത് ഗ്രൂപ്പ് ഷംസീന്. ഷംസി അല്ലേ? ഓക്കെ, അൽഫിയ. ആൽഫിയ. അയന. അയന. ഓക്കെ, ഫിഫ്ത് ഗ്രൂപ്പ് Shamsina. ഷംസീന. ഓക്കെ, സുബിന. സുബിന. സുബിന ഇപ്പൊ കയറിയതാണോ? കുറച്ചു ദിവസം ഞാൻ ഓൺലൈനിൽ ഇല്ലായിരുന്നു മാം, ബിസി ആയി പോയി കുറച്ച്. ഇനി ഒരാളും കൂടി വേണം. ഷംസീന, സുബിന, ഒരാളും കൂടി. അൻസില. അൻസില റഷീദ്. സിക്സ്ത് ഗ്രൂപ്പ് ആരാണ് ചോദിച്ചത്? എന്റെ പേര് എഴുതിയായിരുന്നോന്ന്? ദിവ്യ. എഴുതി. ഇനി സിക്സ്ത് ഗ്രൂപ്പില് ആരൊക്കെയാ? പ്രീതി. പ്രീതി.
അമല. പ്രീതി, അമല. അമല, പിന്നെ ഒരാളും കൂടി വേണം. ഷെഫീന. ഷെഫീന എന്നാണോ പേര്? ഷെഫീന. ഓക്കെ, 7th ഗ്രൂപ്പ്. മിസ്റ്റർ ചിക്കുമോള്, സുബി, പ്രീജി അവരൊക്കെ ലീവാണ്. ഓക്കെ, എന്നാൽ നമ്മള് 7th ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ചിക്കു, സുബി, പിന്നെ ആരാ? വേറൊരാളും കൂടി. പ്രീജി, പ്രീത, ഷമീറ. സമീറ. ഓക്കെ, സമീറ ഒന്ന് പറയണം കേട്ടോ. 7th ഗ്രൂപ്പിൽ ചിക്കു, സുബിയാണ് കേട്ടോ സമീറനെ കൂടി ഉള്ളത്. പറയാം. ഇനി 8th ഗ്രൂപ്പ്. സുബി. ചിക്കും പിന്നെ ആരായിരുന്നു? സുബി. സുബി. 8th ഗ്രൂപ്പിൽ ആരാ? മഞ്ജു. മഞ്ജു, രാകേഷ്, പിന്നെ നസ്രിയ, രചിത. അൻസിലൊക്കെ എഴുതിട്ടോ. ഇനി 9th ഗ്രൂപ്പ്. ഓക്കെ, അൻസില റഷീദ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അൻസില. അപ്പോ അൻസിലനെ ഞാൻ 9th ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൻഷില 5ാമത്തെ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. അതെ, ഇത് വേറൊരു അൻസില ഇജാസ്. ഓക്കെ, ഇനി 9th ഗ്രൂപ്പിൽ 2 ആളും കൂടി വേണം. ഇജാസ് ഉണ്ട്, പിന്നെ ഏതാ? ഷെറിനോ? ഇവരൊക്കെ ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഞാൻ കാണാറില്ലല്ലോ. ഷെറിന്റെ ഫുൾ നെയിം എന്താ? ഫുൾ നെയിം എന്താന്ന് അറിയില്ല കേട്ടോ. ഷെറിന അറിയില്ല. ഓക്കെ, പിന്നെ പ്രീജി. കേട്ടോ, പ്രീജി. പ്രീജി. അപ്പൊ അൻസില ഇജാസ്. അൻസില ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഷെറിനും പ്രീജിയും മോണ്ട ഗ്രൂപ്പിലാണ്. ഓക്കെ, 10th ഗ്രൂപ്പ്. ആരൊക്കെയാ ലാസ്റ്റ് ഗ്രൂപ്പ്? പേര് പറയാത്തവര് പറയൂ. ലുബിന ഉണ്ട് മാം, വന്നിട്ടില്ല. ലുബ്ന, പിന്നെ ഹിസാഷിക്കുണ്ട്. ഹിസ. ഒരു റീന ഉണ്ട് മാം. റീന. റീന. ഹിസ. ചിക്കു ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ചിക്കുവിനെ ഞാൻ 7th ഗ്രൂപ്പിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ 10th ഗ്രൂപ്പില് ലുബ്ന, റീന, ഹിസ. ഒന്ന് പറഞ്ഞു വെക്ക് കേട്ടോ അവരോട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് പറയണോ കേട്ടോ. ഇനി വേറെ ആരെങ്കിലും പേര് എഴുതാത്തതുണ്ടോ? ഞാൻ വായിക്കാം ഒന്നും കൂടി. ഫസ്റ്റ് ഗ്രൂപ്പ് പ്രസീത, ബിൻസി, അനുപ്രിയ. 2nd ഗ്രൂപ്പ് വിദ്യ, മായ, മായ കേട്ടോ, നിസി. 3rd ഗ്രൂപ്പ് ദിവ്യ, വിനീഷ്, മഞ്ജുരാജ്, പാർവതി ആർ. 4ാമത്തെ ഗ്രൂപ്പ് ഷംസി, ആൽഫിയ, അയന. 5ാമത്തെ ഗ്രൂപ്പ് ഷംസീന, സുബിന, അൻസില, റഷീദ്. ഇനി 6ാമത്തെ ഗ്രൂപ്പ് ശ്രീതി, അമല, ഷഫീന. ഷഫീനോടൊന്ന് പറയാട്ടോ. ഇല്ലാന്ന് തോന്നുന്നു, അതൊന്ന് നോട്ട് ചെയ്ത് പറയാം. 7ാമത്തെ ഗ്രൂപ്പ് ചിക്കു, സുബി, ഷമീറ. ഇനി 8ാമത്തെ ഗ്രൂപ്പ് മഞ്ജു, രാകേഷ്, നസ്രിയ, രചിത. ഓക്കെ, 9ാമത്തെ ഗ്രൂപ്പ് അൻസില, ഇജാസ്, ഷെറിൻ, പ്രീജി. ഇനി 10ാമത്തെ ഗ്രൂപ്പ് ലുബ്ന, റീന, ഹിസ. ഇനി വേറെ ആരെങ്കിലും പേര് മിസ് പറയാത്തതുണ്ടോ ഓൺലൈൻ ചെയ്തിട്ട്? 1 മിനിറ്റ്, 11ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ആരാണ്? ഹരിത. അഞ്ജന കെ. പിന്നെ ആരാ?
രേവതി. 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 രേവതി PR. ഓക്കെ, വൃന്ദ മാത്രമേ ഉള്ളൂ ഇനി പറയാത്തത്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ വൃന്ദനെയും കൂടി നമുക്ക് 11ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. വൃന്ദ M. ഓക്കെ, അപ്പൊ 11 ഗ്രൂപ്പുകളുണ്ട്. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് എടുത്തു തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇനി മിസ് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ മിസ്സിന്റെ അവർ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയരുത്. ഇന്ന് തുടങ്ങി പ്രിപ്പയർ ആയി തുടങ്ങാം. ഇനി ക്ലാസ് എടുക്കുമ്പോ, സെമിനാർ എടുക്കുമ്പോ ഞാൻ പറഞ്ഞു 3 പേരായിട്ടാണ് ടോപ്പിക് ഞാൻ തരാം. 3 പേരായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് അല്ലെ. ഒരു ഗ്രൂപ്പിന് മാത്രം 4 പേരുള്ളൂ. ഓക്കെ, അപ്പോ 3 പേരുണ്ട് ഒരു ഗ്രൂപ്പില്. ആദ്യം സെമിനാർ എടുക്കുമ്പോ ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ എന്താണ്, എന്നെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളെയും ആദ്യം സ്വാഗതം ചെയ്യണം. അതിലെ ഒരു കുട്ടി, 3 പേരിൽ ഒരാള് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. എന്നിട്ട് ടോപ്പിക്കുകൾ പ്രസന്റ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം സെമിനാർ എല്ലാം നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞതിന് ശേഷം എന്താണ്, എടുത്ത ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പേരെടുത്ത് ചോദിക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ടോപ്പിക് എല്ലാം പറഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1 or 2 പേരോ ടോപ്പിക് പ്രസന്റ് ചെയ്യാം. ലാസ്റ്റ് ഒരാൾ എന്ത് ചെയ്യണം? അവരെല്ലാവരും പറഞ്ഞ ഒരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്ത് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം സ്വാഗതം വേണം, ടോപ്പിക് പ്രസന്റ് ചെയ്യാം, ലാസ്റ്റ് കൺക്ലൂഷൻ ഒന്ന് ടോട്ടൽ ചെയ്ത് പറയണം ഒരു കുട്ടി. അതിനുശേഷം എല്ലാവരോടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പിന്നെ താങ്ക് യു പറഞ്ഞു പോവാ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്താ ചെയ്യേണ്ടതെന്ന്? ഒരു ദിവസം ചിലപ്പോ 2 ഗ്രൂപ്പോ 3 ഗ്രൂപ്പോ പറ്റുള്ളൂ. ചിലപ്പോ മാക്സിമം 2 ഗ്രൂപ്പൊക്കെ പറ്റുള്ളൂ. അത്രയും മതി നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്താ ഇൻഫർമേഷൻസ് മാത്രം വേണ്ട. നമ്മുടെ നെറ്റിൽ നിന്നൊക്കെ നോക്കിയിട്ട്, ക്രോമിലൊക്കെ നോക്കിയിട്ട് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ അതും കൂടി ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുമല്ലോ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞതില്? ഇല്ലല്ലോ. ടോപ്പിക് പറയാം നമുക്ക്. ഫസ്റ്റ് യൂണിറ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം. അതില് റൂഫിംഗ് തൊട്ട് ടി വരെ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ഇല്ലേ? എ ബി ഉണ്ട് കേട്ടോ. ഇവിടെ ബി ആണ്. എ ബി. പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരൂ. പേജ് നമ്പർ ഇതിനകത്ത് പേജ് നമ്പർ ഇതിനകത്ത് ഇല്ല. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുവാ. 177. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഗ്രൂപ്പിന് റൂഫിംഗ് മുതല് ആ 4 റൂഫിംഗ് വരെ മതി കേട്ടോ. ആ 4 റൂഫിംഗ് വരെ. ഞാനിവിടെ ടോപ്പിക് ഒന്ന് എഴുതട്ടെ കേട്ടോ. ഓക്കെ, 4 റൂഫിംഗ് കേട്ടോ. ഇനി സെക്കൻഡ് ഗ്രൂപ്പിന് ഫ്ലോറിംഗ് മുതല് ഹൗ ടു അറേഞ്ച് എ ബ്ലാക്ക് ബോർഡ് വരെ. ഓക്കെ, തേർഡ് ഗ്രൂപ്പിന് സീറ്റ് അറേഞ്ച്മെന്റ് തുടങ്ങി.
അത് അവസാനിക്കുന്നത് വരെ കേട്ടോ. ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് അത് അവസാനിക്കുന്നത് വരെ. ഓക്കെ, യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ആണ് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് കേട്ടോ. 4th ഗ്രൂപ്പിന് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. പറയാട്ടോ. പേജ് നമ്പർ ഒന്ന് പറയാട്ടോ, ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ. ഓക്കെ, 194. ഓക്കെ. സൂപ്പർവൈസിങ് 4th ഗ്രൂപ്പിന്റെ ടോപ്പിക് ആണ് സൂപ്പർവൈസിങ്, ടെക്നിക്സ് ഓഫ് സൂപ്പർവൈസിങ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷൻ വരെ കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷൻ വരെ. റൂഫിംഗ് ഒക്കെ വരുന്നത് യൂണിറ്റ് 6-ലാണോ? യൂണിറ്റ് 6. യൂണിറ്റ് 6 ആണ്. യൂണിറ്റ് 6 കേട്ടോ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷൻ വരെ 4th ഗ്രൂപ്പിന്. ബാക്കി ഫുൾ കണ്ടിന്യൂ എന്താണ് സൂപ്പർവൈസറി ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ്, റിപ്പോർട്ടിംഗ് വരെ അത്ര വരെയാണ് ഫിനിഷ് ആവുന്നത് വരെ 5th ഗ്രൂപ്പിന് കേട്ടോ. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 10 മെൻ ആൻഡ് എൻവയോൺമെന്റ്. സിക്സ്ത് ഗ്രൂപ്പിന് അതിന്റെ ഇൻട്രൊഡക്ഷൻ അത് മുതല് ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ് വരെ കേട്ടോ. ആ ഇൻട്രൊഡക്ഷൻ മുതൽ ഹ്യൂമൻ ഇന്ററാക്ഷൻസ് വിത്ത് റിസോഴ്സസ് വരെ. ഇനി 7th ഗ്രൂപ്പിന് കേട്ടോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയാം. എയർ പൊല്യൂഷൻ, അതിന്റെ കോസസ്, കോൺസിക്വൻസസ്. എയർ പൊല്യൂഷന്റെ കോസസ് കോൺസിക്വൻസസ് വരെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എഴുതി പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇനി 8th ഗ്രൂപ്പിന് ലാൻഡ് പൊല്യൂഷൻ. കോസസ് ആൻഡ് കോൺസിക്വൻസസ്. നെക്സ്റ്റ് ഗ്രൂപ്പിന് സൗണ്ട് പൊല്യൂഷൻ. കോസസും കോൺസിക്വൻസസും ഒക്കെ പറയാം. നെക്സ്റ്റ് ഗ്രൂപ്പ് റേഡിയേഷൻ പൊല്യൂഷൻ. ലാസ്റ്റ് പോയിന്റ് കേട്ടോ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്. അത് തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ 11th ഗ്രൂപ്പിന് കേട്ടോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്
പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്. ഒന്ന് 10th ഗ്രൂപ്പിന്റെ ഒന്ന് പറയാവോ? 10th ഗ്രൂപ്പിന്റെ റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ, എല്ലാവർക്കും ടോപ്പിക്സ് ഒക്കെ കിട്ടിയല്ലോ. അപ്പൊ ഇന്ന് മുതല് ഓരോരുത്തരും കേട്ടോ, ഗ്രൂപ്പിൽ ഒരാൾ മാത്രമല്ല, സെമിനാർ നിങ്ങൾ എടുത്ത് എഴുതുന്ന ഭാഗങ്ങൾ, എടുക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, എഴുതി വെക്കണം കേട്ടോ. A4 ഷീറ്റിലോ നിങ്ങളുടെ ബുക്കിലോ എന്തെങ്കിലും എഴുതി വെക്കുക. വൈവയ്ക്ക് ചോദിച്ചു കഴിയുമ്പോ മഞ്ജുരാജ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ എല്ലാവരും ഗ്രൂപ്പിലെ എല്ലാവരും സെമിനാർ റിപ്പോർട്ട് നിർബന്ധമായിട്ട് എഴുതണം. ഇനി ഞാൻ പറഞ്ഞു എന്താണ്, ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോ ആദ്യം സെമിനാർ എടുക്കുമ്പോ എന്ത് ചെയ്യണം? എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആരാ ഇടയിൽ സംസാരിക്കുന്നത്? വെൽക്കം ചെയ്യാ, എന്നിട്ട് ടോപ്പിക് പ്രസന്റ് ചെയ്യാ, പിന്നെ ലാസ്റ്റ് ഒരു കുട്ടി കൺക്ലൂഡ് ചെയ്ത് പറയാ എന്താണ് എല്ലാവരും എടുത്ത ആ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാ. പിന്നീട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതോടുകൂടി പിന്നെ എല്ലാവരും എന്താ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം എല്ലാവരോടും ഒന്ന് ഇല്ല മലയാളത്തിൽ എടുത്താൽ മതി, ഇംഗ്ലീഷിൽ വേണ്ട. ചിലപ്പോ അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അത് എന്താ കിട്ടണമെന്നില്ല ഇംഗ്ലീഷിലൊക്കെ എടുക്കുമ്പോൾ. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ എടുക്കാം. ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം. നമ്മള് സെമിനാറൊക്കെ എടുത്തല്ലോ, അപ്പൊ +2ലും ഡിഗ്രിക്കൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. ആദ്യം ഇംഗ്ലീഷിലൊന്നും നമ്മൾ എഴുതിയത് വായിക്കാം. ബാക്കി എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മലയാളത്തില് പ്രസന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എഴുതുന്നത് എന്തായാലും ഇംഗ്ലീഷിലാണല്ലോ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ബാക്കി പ്രസന്റേഷൻ ഒക്കെ എന്താ മലയാളത്തില്. എല്ലാവർക്കും അത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. 11ാമത്തെ ഗ്രൂപ്പിന്റെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്, അത് തൊട്ട് ആ ചാപ്റ്റർ അവസാനിക്കുന്നത് വരെ പ്രസന്റ് ചെയ്യണം. 11th ഗ്രൂപ്പിൽ ആരൊക്കെ എന്നാ ലിസ്റ്റ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിട്ടായിരുന്നു. 11th ഗ്രൂപ്പില് ഹരിത ഉണ്ട്, അഞ്ജന കെ, രേവതി PR, വൃന്ദ M. നെക്സ്റ്റ് ക്ലാസ് ഏത് ദിവസം എന്ന് പറയുമോ? നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല. ടീച്ചേഴ്സ് ഒക്കെ ലീവ് ആവുകയാണെങ്കിൽ ചിലപ്പോ ഇടയിൽ ചിലപ്പോ കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തൊട്ടേ പ്രിപ്പയർ ആവാൻ നോക്കാം കേട്ടോ. ഓക്കെ, നാളെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നാളെ കർഷക ദിവസമാണല്ലോ നിങ്ങൾക്ക്. നാളെ ഉണ്ടാവില്ല, ചിലപ്പോ നെക്സ്റ്റ് വീക്ക് തുടങ്ങി ആയിരിക്കാം. ചിലപ്പോ എങ്ങാനും ടീച്ചേഴ്സ് എന്തെങ്കിലും ലീവോ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ കയറി വരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആഴ്ച തുടങ്ങി എല്ലാവരും പ്രിപ്പയർ ആവാം കേട്ടോ. ഏത് ദിവസമാണെന്ന് നമ്മൾ പറയാൻ നിൽക്കരുത്. ഇനി ഞാൻ വന്നിട്ട് നമ്മ പറയും അയ്യോ ഞങ്ങളുടെ ഗ്രൂപ്പ് ആയിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ആളില്ല, അതില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രിപ്പയർ ആവാം. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് പറയൂ. ആരുമില്ലേ സൈൻ ഔട്ട് പറയാൻ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നല്ലൊരു പുതുവർഷമായിട്ട് നമ്മളുടെ ആദ്യത്തെ ക്ലാസ് മോണ്ടിസോറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. കൂടാതെ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്ന മാമിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. ഞങ്ങളെ വർഷം മുഴുവനും ഗൈഡ് ചെയ്യണം എന്നും ലൈഫ് ലോങ് നല്ലൊരു എന്താ പറയുക എല്ലാ വിധത്തിലും സപ്പോർട്ടോടുകൂടി മാം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ ടു യു. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു Thank you, ma'am.